അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എസ്എസ്എഫ് ജില്ലാ സാഹിത്യോത്സവ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് പാൽപാത്രം എന്ന് രചിച്ച പ്രണയം. ദാറുൽ അർഖമിന്റെ ജനൽപ്പാളിയിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് നോക്കി. ആകാശം പുതച്ച് കുന്നുകൾ എല്ലാം മറന്നുറങ്ങുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ജനൽപ്പഴുതിലൂടെ തണുത്ത കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. വെളുത്ത മേഘങ്ങൾക്കും നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിനുമിടയിൽ അബൂബക്കറിന്റെ ചിന്തകൾ മേഞ്ഞു നടന്നു. ആകാശം പതുക്കെ നിറം മാറാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ പുലരിയിലേക്കുള്ള പുറപ്പാടാണ്. പുലരിയെ വരവേറ്റുകൊണ്ട് കിളികൾ പ്രഭാതഗീതം പാടുന്നു. ഹോ, എന്തൊരു പ്രശാന്തത! ആ സൗന്ദര്യത്തിൽ എല്ലാം മറന്ന് അബൂബക്കർ ലയിച്ചു പോയി. മക്കയിൽ ഉദിച്ച സത്യത്തിന്റെ വെളിച്ചവും ദാറുൽ അർഖമിന്റെ പുറത്തേക്ക് പ്രസരിക്കണം. മക്ക ഏറ്റെടുക്കും. മക്കയിൽ നിന്ന് പുതിയ പ്രഭാതം ഉദിച്ചേരും. ആർക്കാണ് ഈ വെളിച്ചം തടുത്തു നിർത്താനാവുക? അബൂബക്കറിന്റെ ചിന്തകൾക്ക് തീ പിടിക്കുകയാണ്. നാം പറയുന്നത് സത്യമാണ്. അത് മൂടി വെക്കുന്നത് എന്തിനാ? അത് പരസ്യമാക്കുക തന്നെ വേണം. ഒടുവിൽ എന്തോ തീരുമാനിച്ചുറച്ച പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുത്തേക്ക് ചെന്നു. ശബ്ദം താഴ്ത്തി, എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടങ്ങി, നബിയെ, നമുക്ക് കഅബാലയത്തിൽ ചെന്ന് പരസ്യമായ അള്ളാഹുവിനെ കുറിച്ച് പറയണം. ഒടുവിൽ സിദ്ദീഖ് തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി പ്രബോധനം നടത്താൻ അനുമതി കൊടുത്തു. ഉറച്ച മനസ്സോടെ ധീരമായ ചുവടുവെപ്പുകളോടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിലേക്ക് നടന്നു. തൊട്ടു പിന്നിലായി പ്രവാചകനും. എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ അത് തനിക്കായിരിക്കണം എന്ന ചിന്തയാണ് സിദ്ദീഖ് തങ്ങളെ മുന്നിൽ നടക്കാൻ പ്രേരിപ്പിച്ചത്. പ്രമാണിമാരും ധിക്കാരികളും ഗോത്രനേതാക്കളും ശിങ്കിടികളുമെല്ലാം ഒരുമിച്ചിരിക്കുന്ന വെടിവട്ടത്തിലേക്കാണ് അവരാരെയും പേടിക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത്. ഇസ്ലാമിന് വേണ്ടി സർവസ്വം സമർപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആരെ എന്തിനു ഭയപ്പെടണം? ഗംഭീര മത്സരത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഹേ ഖുറൈശികളെ, കേട്ടുകൊള്ളുക. ആരാധനക്ക് അർഹനായവൻ സർവലോക രക്ഷിതാവായ അല്ലാഹു മാത്രമാണ്. അവനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ വണങ്ങരുത്. നിങ്ങൾ അധർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ പിൻപറ്റി വിജയികളാവുക. അദ്ദേഹത്തിന്റെ സംസാരം ആ പ്രമാണിമാർക്ക് ഒട്ടും രസിച്ചില്ല. തങ്ങളുടെ മുമ്പിൽ നാളാവുകയോ അതൊരിക്കലും അനുവദിച്ചുകൂടാ. മുഹമ്മദിനെയും പുത്തൻ പ്രസ്ഥാനത്തെയും എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ഇവന്റെ ഒരു ഉപദേശം ഖുറൈശി തലവന്മാർക്ക് കാല് കയറി. വിടരുതവനെ! കൂട്ടത്തിൽ ആരോ വിളിച്ചലറി. പിന്നെ മുന്നും പിന്നും നോട്ടമുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ആധികാരികളായ ആൾക്കൂട്ടം അബൂബക്കറിനെ മേൽ പാഞ്ഞു കയറി. ഇടതടവില്ലാതെ അവർ കൂട്ടമായി പ്രഹരിച്ചു. ഒരാൾ ആണിയടിച്ചു കയറ്റിയ മെത്തിയാടി കൊണ്ട് മുഖത്താഞ്ഞടിച്ചു. ശരീരം രക്തം കൊണ്ട് ചുവന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി നിലത്ത് വീണു. പരിശുദ്ധനായ റസൂലിന്റെ ഇഷ്ടത്തോയൻ തറയിൽ വീണ് കിടക്കുകയാണ്. മകന്റെ ദയനീയാവസ്ഥ കണ്ട് സൽമാ ബീവിയുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. തന്റെ മകൻ കണ്ണു തുറക്കുന്നത് ആ ഉമ്മ കാത്തിരുന്നു. 3 ദിവസത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നു. അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആ ഉമ്മ. അവർ കയ്യിൽ കരുതിയിരുന്ന പാൽപാത്രം നീട്ടി. മോനെ, കുടിക്കൂ. അബൂബക്കർ വരണ്ട ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ചു. എനിക്ക് വേണ്ട. എന്റെ നബിക്കൊന്ന് പറ്റിയെന്നറിയാതെ ഞാൻ വെള്ളം കുടിക്കില്ല. എവിടെ പ്രവാചകൻ? എനിക്കെന്റെ നബിയെ കാണണം. കൊച്ചുകുട്ടികളെ പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാശി പിടിച്ചു. അദ്ദേഹത്തിന്റെ വാശിയോട് മത്സരിക്കാൻ അവർക്കാവില്ലായിരുന്നു. ഒടുവിൽ ഉമ്മയുടെയും സഹോദരിയുടെയും
ചുമലിൽ തൊങ്ങി അബൂബക്കർ റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലെത്തി. നബിയെ കണ്ടു. ഇനി ആ പാത്രം തരൂ, ഞാൻ കുടിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സംതൃപ്തിയോടെ ഉമ്മയിൽ നിന്നും പാൽപാത്രം വാങ്ങി കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക.